നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി എം.ബി. രാജേഷിനെ എടുത്തിട്ട് കുടയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് കാശ് നക്കാൻ എന്ത് തൊട്ടിത്തരവും കാണിക്കുന്ന അടിമവേല ചെയ്യുകയാണ് എം.ബി. രാജേഷ് എന്ന പരിഹാസം ശക്തമാകുന്നു. CPM-ലെ സൗമ്യനായ നേതാവായാണ് എം.ബി. രാജേഷിനെ ചിത്രീകരിക്കാറ്. എന്നാൽ ആണത്ര സൗമ്യനല്ല എന്നും ഗജ ഫ്രോഡ് പണികളാണ് കയ്യിലിരിപ്പെന്നും ഇപ്പോൾ പരിഹാസം ഉയരുന്നത്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ എം.ബി. രാജേഷിന് എന്താണ് ഇത്ര തിടുക്കം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ബ്രൂവറിയിൽ പിണറായിക്ക് നേട്ടങ്ങൾ ഒരുപാടാണ്. ആ നേട്ടങ്ങളുടെ പങ്ക് എം.ബി. രാജേഷിനും പകുത്തു നൽകാം എന്ന് പിണറായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നതാണ് എം.ബി. രാജേഷിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ചോദ്യം. ബ്രൂവറിയിൽ വീണ്ടും അതിശക്തമായ ആരോപണങ്ങൾ സർക്കാരിന് നേരെ ഉയരുകയാണ്. നമുക്കറിയാം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിണറായി സർക്കാരിന്റെ അടിവേരിളക്കുന്ന അഴിമതി പദ്ധതികൾ കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സ്പ്രിംഗ്ലറും ലൂയിസ് ബർഗറും എല്ലാം അതിൽ പ്രധാനപ്പെട്ടതാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട അഴിമതി പദ്ധതിയായിരുന്നു ബ്രൂവറി. അതിനെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ പുറത്ത് വലിച്ചിട്ടതും രമേശ് ചെന്നിത്തലയായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും പ്രതിപക്ഷത്ത് നിന്ന് പിണറായിക്ക് നേരെ ബ്രൂവറിയിൽ വലിയ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. അതിന് ഒപ്പം പിണറായി വിജയനെ എടുത്തിട്ടലക്കിക്കൊണ്ട് CPI-യും പല വിവരങ്ങളും പുറത്തേക്ക് വിടുന്നു. ഇതോടുകൂടി ബ്രൂവറിയിൽ അടിതെറ്റി നിൽക്കുകയാണ് പിണറായിക്ക്. മന്ത്രി എം.ബി. രാജേഷിന് നേരിട്ട് അടികൊള്ളുന്ന ചില വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്ത് നിന്ന് മന്ത്രി രാജേഷിന് നേരെ വലിയ ആരോപണങ്ങൾ ശക്തമാകുന്നത്. ഒയാസിസ് കമ്പനിയുമായി മന്ത്രി എം.ബി. രാജേഷ് ഡിസ്റ്റിലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. 6ഓളം കമ്പനികൾക്ക് ആരുമറിയാതെ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി നൽകിയതിൽ വൻ അഴിമതിയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ആരോപണം ശക്തമാക്കിയിരിക്കുന്നത്. എലപ്പുള്ളിയിൽ പഞ്ചായത്ത് അധികൃതർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അവിടുത്തെ MP-യും MLA-യും അറിഞ്ഞിട്ടില്ല. ഭൂമി വിണ്ടുകീറി കുടിവെള്ളം കിട്ടാത്ത പ്രദേശത്താണ് ബ്രൂവറി തുടങ്ങുന്നത്. മദ്യമോ വേണ്ടത് കുടിവെള്ളമാണോ വേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ഈ പദ്ധതികൾ ജനങ്ങളുടെ താല്പര്യത്തിനെതിരാണ്. ബ്രൂവറി ഇടപാടിൽ വലിയ അഴിമതിയുണ്ട്. മുൻ DYFI നേതാവ് കൂടിയായിരുന്ന മന്ത്രി എം.ബി. രാജേഷ് ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. മന്ത്രിക്ക് എന്തോ പ്രത്യേക താല്പര്യം ഇതിലുണ്ട്. കീശയിലേക്ക് കാശ് വല്ലതും വീണിട്ടുണ്ടോ എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കണം. ഇത്തരത്തിൽ മന്ത്രി എം.ബി. രാജേഷിന്റെ കരണം പുകയുന്ന അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2018 ഒഴിവാക്കിയ ഒയാസിസ് കമ്പനിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയത് ടെൻഡർ വിളിക്കാതെയാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലറീസിന് 1 ലക്ഷം ലിറ്റർ വെള്ളം അനുവദിക്കാത്തവരാണ് 5 ലക്ഷം ലിറ്റർ വെള്ളം എടുക്കാൻ സ്വകാര്യ ഡിസ്റ്റിലറിക്ക് അനുമതി നൽകിയത്. മഴ നിഴൽ പ്രദേശമായ ഇവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. മലമ്പുഴ ഡാമിൽ നിന്നും ഡിസ്റ്റിലറിക്ക് ആവശ്യമായ വെള്ളം എടുക്കാമെന്നാണ് പറയുന്നത്. ഇത് നടക്കാൻ പോകുന്നില്ല. കാർഷിക ഇതര ആവശ്യങ്ങൾക്കായി ഡാമിൽ നിന്നും വെള്ളം എടുക്കരുതെന്ന് കോടതി വിധിയുണ്ടെന്നും പ്രതിപക്ഷത്ത് നിന്ന് രമേശ് ചെന്നിത്തല സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. പ്ലാച്ചിമടയിൽ ജലചൂഷണത്തിനെതിരെ സമരം നടത്തിയ VS അച്യുതാനന്ദനെ ഈ സമയം ഓർത്തു പോകുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പിണറായി ഇത്തരം കമ്പനികളുടെ കൂടെയായിരുന്നു. അദ്ദേഹം സമരങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നും രമേശ് ചെന്നിത്തല വെട്ടിത്തുറന്ന് പറയുകയാണ്. പ്രതിപക്ഷത്ത് നിന്നും ഇത്ര വലിയ അടി കിട്ടുമ്പോൾ അതിനേക്കാൾ വലിയ എടുത്തിട്ടടിയാണ് ഇടതുപക്ഷത്ത് നിന്ന് CPM-ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് CPI ഈ വിഷയത്തിൽ പിണറായി വിജയനെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് പൊരിക്കുകയാണ്. അമിതമായ ജലചൂഷണത്തിനെതിരെ ലോക ശ്രദ്ധ ആകർഷിച്ച പാലക്കാട്ടെ പ്ലാച്ചിമടയും പുതുശ്ശേരിയും LDF മറക്കരുത് എന്നാണ് CPI ജില്ലാ എക്സിക്യൂട്ടീവിന്റെ മുന്നറിയിപ്പ്. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി തുടങ്ങാൻ ഇടതുമുന്നണി സർക്കാർ നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ എക്സിക്യൂട്ടീവ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കത്ത് നൽകിയത്. എലപ്പുള്ളി പഞ്ചായത്തിൽ മദ്യക്കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത് പാലക്കാട്ടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കുമെന്ന് നിർവാഹക സമിതി യോഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലുള്ള തണ്ണീർത്തട നിയമങ്ങളെയും മാലിന്യ സംസ്കരണ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാവും കമ്പനി പ്രവർത്തിക്കുക എന്ന് യോഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കമ്പനി എലപ്പുള്ളി മണ്ണുക്കാട്ട് വാങ്ങിയ ഭൂമി തരം മാറ്റുന്നതിന് നൽകിയ അപേക്ഷ കൃഷി വകുപ്പിന്റെ നിർദ്ദേശം പരിഗണിച്ച് RDO നിരസിച്ചിട്ടുണ്ട്.
ഈ ഭൂമിയിൽ ഒരു വിധത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുമതിയില്ല. സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ചട്ടങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകുന്നു. കൊക്കക്കോളയുടെ ജലചൂഷണത്തിനും പരിസ്ഥിതി മലിനീകരണത്തിനുമെതിരെ പ്ലാച്ചിമടയിലും പെപ്സിയുടെ ജലചൂഷണത്തിനെതിരെ പുതുശ്ശേരിയിലും വർഷങ്ങൾ നീണ്ടുനിന്ന ജനകീയ സമരവും നിയമ പോരാട്ടവും നടത്തിയിരുന്ന കാര്യം നിർവാഹക സമിതി യോഗത്തിൽ പരാമർശിക്കപ്പെട്ടു. ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ജനകീയ സമരങ്ങളെന്നും ഓർമ്മയുണ്ടാകണമെന്നും CPI ഇപ്പോൾ CPM-നെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു കാലത്ത് ജലചൂഷണത്തിനെതിരെ കോർപ്പറേറ്റുകൾക്കെതിരെ വലിയ പ്രതിഷേധം നടത്തിയ CPM ആണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ ജലചൂഷണത്തിന് വേണ്ടി, അതും മദ്യ കമ്പനിക്ക് വേണ്ടി ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തുന്നത്. പിണറായി വിജയന്റെ ഈ നടപടികൾ ജനങ്ങളുടെ വിമർശനത്തിനും അതുപോലെ തന്നെ പാർട്ടിയെ മറിച്ചിടാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് CPI ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ MV ഗോവിന്ദനും പിണറായി വിജയന്റെ കാലുവാരും എന്നുള്ളത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ഈ ഘട്ടത്തിൽ ജനങ്ങളെ വെറുപ്പിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന് MV ഗോവിന്ദന് കൃത്യമായി അറിയാം. ഈ ഒരു ടേം കഴിയുന്നതോടുകൂടി ഒരുപക്ഷെ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുമായിരിക്കും. പക്ഷേ CPM-ന് ഇവിടെ വേരുണ്ടാകണം എന്ന് ബാക്കിയുള്ള CPM-കാർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവരാരും പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യത്തിന് കൂട്ടുനിൽക്കാൻ സാധ്യതയില്ല. എന്തായാലും MV ഗോവിന്ദൻ കടുപ്പിക്കുമോ അതോ പിണറായിയെ തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും CPI ഈ വിഷയത്തിൽ CPM-നെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ്. CPM-ലെ ഒരു പക്ഷം പ്ലാന്റിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ CPI നിലപാട് ഇനി നിർണായകമാണ്. വിഷയത്തിൽ CPI പ്രതികരിക്കണമെന്ന് കോൺഗ്രസും ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എലപ്പുള്ളിയിൽ പ്രാരംഭാനുമതി നൽകിയ ബ്രൂവറിക്കെതിരെ കോൺഗ്രസിനും BJP-ക്കും ഹാലിളകുന്നതിന് പിന്നിൽ വിവിധ താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ് മന്ത്രി MP രാജേഷ് പ്രതികരിക്കുന്നത്. കേരളത്തിൽ സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് വന്നാൽ അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നേതാക്കളുടെ കമ്പനികളെ ആശ്രയിക്കാത്ത സ്ഥിതി വരുമോ എന്ന ഭയമുണ്ടെന്നും മന്ത്രി ആരോപിക്കുന്നത്. മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലടക്കമുള്ള 43 കമ്പനികളാണ് കേരളത്തിലേക്ക് പ്രധാനമായും സ്പിരിറ്റ് എത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം 9.26 കോടി ലിറ്റർ സ്പിരിറ്റാണ് കേരളത്തിലേക്ക് എത്തിയത്. ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് എത്തിക്കുന്ന കർണാടകത്തിലുള്ള ഹർഷ ഷുഗേഴ്സ് എന്ന കമ്പനിയുടെ ചെയർപേഴ്സൺ കോൺഗ്രസിന്റെ അവിടുത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രിയാണെന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഡയറക്ടർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും MD കർണാടകയിലെ കോൺഗ്രസിലെ MLC-യുമാണെന്നും കമ്പനിയുടെ വെബ്സൈറ്റിലുണ്ട്. 1 കോടി ലിറ്റർ സ്പിരിറ്റ് എത്തിക്കുന്ന റാഡിക്കോ NV ഡിസ്റ്റിലറീസ് എന്ന മഹാരാഷ്ട്ര കമ്പനിയുടെ ഉടമ അവിടുത്തെ BJP മന്ത്രിയുടെ ഭർത്താവാണ്. കേരളത്തിൽ സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് വരുമ്പോൾ കോൺഗ്രസ് BJP നേതാക്കൾക്ക് വിഷമം വരുന്നതും ഹാലിളകുന്നതും ഇതുകൊണ്ടാണോ എന്നും MP രാജേഷ് ചോദിക്കുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഈ എലപ്പുള്ളിയിൽ പ്ലാന്റ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ച് രംഗത്തേക്ക് വരികയാണ്. ഇതിവിടെ അനുവദിക്കില്ല എന്ന് അവർ പറയുന്നു. കാരണം ഒരിറ്റ് വെള്ളം കിട്ടാത്ത ഭൂമിയാണ്, വറ്റി വരണ്ട് കൊടും ചൂട്. ഡിസംബറിൽ പോലും കൊടും ചൂടിനെ നേരിടേണ്ട ഗതികേടിലേക്ക് പാലക്കാട് എത്തിക്കഴിഞ്ഞു. ആ ഒരു ഭൂമിയിലാണ് ഇവർ വീണ്ടും ജലമില്ലാത്ത സ്ഥലത്ത് അവിടുത്തെ ഉള്ള ജലം ഊറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. അവിടുത്തെ ജനങ്ങളാണ് ഇപ്പോൾ പ്രതിഷേധ രംഗത്തുള്ളത്. അവരെയും മറികടന്ന് ഇവിടെ സ്പിരിറ്റ് പ്ലാന്റ് സ്ഥാപിക്കും എന്ന് പിണറായി വെല്ലുവിളിക്കുന്നത് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.